നമസ്കാരം. വിഭക്തി പ്രയോഗങ്ങളെക്കുറിച്ച് ബാലപ്രബോധനത്തിലെ പാഠങ്ങളാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പരിശോധിച്ചത്. വിഭക്തികൾക്കു ശേഷം അന്വയത്തിൻ്റെ പാഠങ്ങളാണ് ഇനി കവി ബാലപ്രബോധനത്തിൽ വിവരിക്കുന്നത്. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി 19 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ പരിശോധിക്കും. പക്ഷി വൃക്ഷേ സ്ഥിത, പക്ഷി വൃക്ഷത്തിങ്കലിരുന്നിതു, ഹേ വൃക്ഷ ത്വം കമ്പസേ കിം ഇതി സംബോധനാപി ച. എടോ വൃക്ഷം, നീ ചലിക്കുന്നതെന്തീ വണ്ണമൊക്കവേ, സംബോധനാ നിർണയാർത്ഥം ഹേ ശബ്ദം കൂടെ ഉച്യത്തെ. പദച്ഛേദം ചെയ്തു മുൻപേ വിഭക്തികൾ അറിഞ്ഞുടൻ, അങ്ങുമിങ്ങുമിരിക്കുന്ന പദങ്ങളെ യഥാവലെ, ചേരുന്ന പടി ചേർക്കുന്ന തന്വയം പരികീർത്തിതം. 19-20 ശ്ലോകങ്ങളിലായി വിഭക്തി പ്രയോഗങ്ങളെ പറ്റിയുള്ള അവസാന പാഠവും പറഞ്ഞ ശേഷം കവി അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 21-ാം ശ്ലോകത്തിൽ പദച്ഛേദം ചെയ്തു എന്നാൽ പദങ്ങളുടെ ഛേദം ചെയ്തു എന്ന് അർത്ഥം. അതായത് പദം പിരിച്ചെഴുതുക എന്ന് മനസ്സിലാക്കാം. പദച്ഛേദം ചെയ്തു മുൻപേ എന്നതുകൊണ്ട് ആദ്യം തന്നെ പദച്ഛേദം ചെയ്തിട്ട് എന്നർത്ഥം. വിഭക്തികൾ അറിഞ്ഞുടൻ എന്നതുകൊണ്ട് പ്രഥമ, ദ്വിതീയ തുടങ്ങിയ വിഭക്തികൾ അറിഞ്ഞുടൻ അഥവാ മനസ്സിലാക്കിയ ഉടനെ എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങുമിങ്ങും ഇരിക്കുന്ന പദങ്ങളെ എന്നതുകൊണ്ട് അവിടെയും ഇവിടെയും ഇരിക്കുന്ന പദങ്ങളെ അഥവാ വാക്കുകളെ യഥാവലെ അഥവാ യഥാക്രമം എന്ന് അർത്ഥം മനസ്സിലാക്കാം. ആ വാക്കുകളെ ചേരുന്നപടി ചേർക്കുന്നത് അന്വയം പരികീർത്തിതം എന്ന് കവി പറയുന്നു. അതായത് അങ്ങുമിങ്ങും ഇരിക്കുന്ന വാക്കുകളെ യഥാക്രമം വിഭക്തികളും മറ്റും ചേരുന്ന വിധത്തിൽ യോജിപ്പിച്ചു വയ്ക്കുന്നതാണ് അന്വയം. പരികീർത്തിതം എന്നാൽ അറിയപ്പെടുന്നു എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ അന്വയം എന്നാൽ എന്താണെന്ന് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ഇനി 20-21 ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കാം. എടോ വൃക്ഷം, നീ ചലിക്കുന്നതെന്തീ വണ്ണമൊക്കവേ, സംബോധനാ നിർണയാർത്ഥം ഹേ ശബ്ദം കൂടെ ഉച്യത്തെ. പദച്ഛേദം ചെയ്തു മുൻപേ വിഭക്തികൾ അറിഞ്ഞുടൻ, അങ്ങുമിങ്ങുമിരിക്കുന്ന പദങ്ങളെ യഥാവലെ, ചേരുന്ന പടി ചേർക്കുന്ന തന്വയം പരികീർത്തിതം. ഈ ശ്ലോകത്തിൽ അന്വയം എന്നു പറഞ്ഞാൽ എന്താണ് എന്ന് വിശദമാക്കുകയാണ്. ഒരു ശ്ലോകത്തിൽ പദങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. ഒരു ശ്ലോകം കിട്ടിയാൽ ആദ്യം തന്നെ അതിലെ പദച്ഛേദങ്ങൾ ചെയ്യണം. പിന്നെ അതിലെ വിഭക്തികൾ മനസ്സിലാക്കണം. അതിനുശേഷം ഓരോ പദവും എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനെ ആ ക്രമത്തിൽ ഗദ്യരൂപത്തിലാക്കി മാറ്റുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. അങ്ങുമിങ്ങുമിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഇരിക്കുന്ന എന്നർത്ഥം. ശ്ലോകങ്ങളിൽ ഏതു പദവും എവിടെയും വരാം. തുടക്കത്തിലോ മധ്യഭാഗത്തോ അവസാനത്തിലോ എവിടെയും വരാം. യഥാവലെ എന്ന് പറഞ്ഞാൽ യഥാക്രമം എന്നർത്ഥം. ചേരുന്നപടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഗദ്യരൂപത്തിൽ ലഭിക്കാനായി കൃത്യമായ രീതിയിൽ അടുക്കി വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്വയം പരികീർത്തിതം എന്ന് പറയുമ്പോൾ അന്വയം എന്നറിയപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം ശ്ലോകങ്ങളിൽ അവിടെയായി ചിതറിക്കിടക്കുന്ന ശബ്ദങ്ങളെ ഗദ്യത്തിൻ്റെ രൂപത്തിൽ യഥാക്രമം ചേർത്ത് വയ്ക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. ഇനി അവസാനം പഠിച്ച 5 ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കാം. അന്വയവുമായി ബന്ധപ്പെട്ട അടുത്ത പാഠവുമായി കാണും വരെ നന്ദി, നമസ്കാരം. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി, വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ. പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നതാ,
വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി. പക്ഷി വൃക്ഷേ സ്ഥിത, പക്ഷി വൃക്ഷത്തിങ്കലിരുന്നിതു. ഹേ വൃക്ഷ ത്വം കമ്പസേ കിം ഇതി സംബോധനാപി ച. എടോ വൃക്ഷം, നീ ചലിക്കുന്നതെന്തീ വണ്ണമൊക്കവേ? സംബോധനാ നിർണയാർത്ഥം ഹേ ശബ്ദം കൂടെ ഉച്യത്തെ. പദച്ഛേദം ചെയ്തു മുൻപേ വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങുമിങ്ങുമിരിക്കുന്ന പദങ്ങളെ യഥാവലേ ചേരുന്ന പടി ചേർക്കുന്ന തന്വയം പരികീർത്തിതം.